ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എന്റെ സിസ്റ്ററിന്റെ മകനെ 10 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ അവനൊരു സ്റ്റോറി വായിച്ചിട്ട് എന്നോട് പറയാണ്, ഒരു ഫ്രണ്ട്, രണ്ട് ഫ്രണ്ട്സിന്റെ കഥ പറയാട്ടോ. അപ്പൊ അതില് പറയാണ്, അതില് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഫ്രണ്ടിന് മനസ്സിലാവുന്നത് ഇതൊരു അബ്യൂസർ ആണ്. അപ്പൊ ഇതാണല്ലേ അസിമ MPD ക്യാരക്ടർ എന്ന് കുട്ടി എന്നോട് ചോദിക്കുന്നു. അതെ 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 അതെ. ആ അത് എനിക്ക് മനസ്സിലാവുന്ന നമ്മുടെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ജനറേഷൻ വരെ ഉള്ളൂ ഈ സഹിച്ചു കൊടുക്കുന്ന ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യത്തിൽ. അറ്റ്ലീസ്റ്റ് അവർ നേരത്തെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. അവരിപ്പോഴേ റെഡ് ഫ്ലാഗ്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ അതെ, വീഡിയോസ് കുറെ ഇപ്പോൾ ടേംസ് അറിയാലോ. ഉണ്ടല്ലോ, കുഷനിങ് ബെഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ 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 അതെ. ജെൻസി ടേംസിൽ തന്നെ അവർ ഓൾറെഡി ടെർമിനോളജി, സൈക്കോളജിക്കൽ ടെർമിനോളജി നടത്തി കഴിഞ്ഞു ഓൾറെഡി. അതെ. അപ്പൊ അവര് അപ്പൊ അത് അപ്പൊ അത്രയും ഇപ്പൊ പാരന്റിങ്ങിലാണെങ്കിൽ ഇപ്പൊ പാരന്റ്സ് ഉള്ളവരോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികളോട് പാരലൽ പാരന്റിങ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കുട്ടികൾക്കാണെങ്കിലും ഇനി ഒരു സേഫ് പാരന്റിന്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. രണ്ട് സേഫ് പാരന്റ്സിന്റെ ആവശ്യമില്ല. അപ്പൊ NPD ആയിട്ടുള്ള പാരന്റിന് ഒരിക്കലും ആ സേഫ് പാരന്റ് ആവാൻ കഴിയില്ല. ആ സേഫ് പാരന്റ് ആവാൻ കഴിയുന്നത് എമ്പതി ഉള്ള ആൾക്കാണ്. അപ്പൊ നമ്മൾ ആ സേഫ് പാരന്റ് ആകുക എന്നുള്ളതാണ് പാരലൽ പാരന്റിംഗിലും പറയുന്നത്. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വെച്ചിട്ട് വിലയിരുത്തരുത്. ഇതാണ് ശരിക്കുള്ള ചെയ്യേണ്ടത്, ഇത് തന്നെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ഇത് ബന്ധമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ സാറിനോട്. എന്റെ ഒരു കസിൻ പറഞ്ഞു കുട്ടി പറഞ്ഞു. ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സൈക്കോളജി പറഞ്ഞു. പഠിക്കുന്നത്, ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ആ കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ആള് കുറച്ച് ടോക്സിക് ആണ്. അതായത് ഭയങ്കര സെൽഫ് നോക്കുന്ന ഒരു ആളാണ്. 14 വയസ്സേ ആയിട്ടുള്ളൂ, പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്നോട് പറയാണ്, അപ്പൊ എന്റെ ഹിസ്റ്ററി ഒക്കെ ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ആ കുട്ടി എന്നോട് ഇങ്ങനെ ചോദിക്കും, എന്റെ എക്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് അതൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ എന്നോട് ആ കുട്ടി ചോദിക്കാണ്, എനിക്ക് കൂടുതലാണ്, ഞാൻ എന്റെ സെൽഫ് എസ്റ്റീം എനിക്ക് കൂടുതലാണ്. അപ്പോ അവള് പറയുന്നത് എന്താ വെച്ചാല്, എനിക്ക് ഈ 80 വരെ, അപ്പൊ ഞാൻ ഓൾറെഡി ഭയങ്കര എമ്പാത്താണെന്ന് അവൾക്കറിയാം, ആ കുട്ടിക്ക് അറിയാം. അപ്പൊ എന്നോട് പറയാണ്, എനിക്ക് 80 കുറവാണ്. അപ്പൊ എനിക്ക് വല്ല ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 80 ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ട് 80 ഉണ്ടാക്കാൻ പറ്റുമോ ആ കുട്ടി എന്നോട് കരഞ്ഞിട്ട് ചോദിച്ചു. അതിന് അപ്പൊ അതൊരു അവയർനെസ് ഉള്ളത് ഒരിക്കലും MPD ആയിരിക്കില്ലല്ലോ എന്തായാലും. അല്ല ഇല്ല ഇല്ല, അത് ആ കുട്ടിയെ കരഞ്ഞിട്ട് ചോദിച്ചു എന്നുള്ളത് തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണ്. ആ കുട്ടിക്ക് അതെ. എമ്പതി ഉണ്ട് ആ, എന്നുള്ളത്. ഉം, മനസ്സിലായില്ലേ? ആ എമ്പതി ഉണ്ട്, പക്ഷെ നമ്മളുടെ അത്ര എമ്പതി ഉണ്ടാവണം എന്നില്ല. മനസ്സിലായി? ഉം, ഈ എമ്പതി ഇതൊരു സ്പെക്ട്രം ആണ്, എല്ലാം ഒരു സ്പെക്ട്രം ആണ്. നമ്മളെല്ലാം സ്പെക്ട്രം ആയിട്ട് കണക്കാക്കണം എന്നാണ് സയൻസിൽ തന്നെ പറയുന്നത്. അതായത് ഈ നാസിസം ഒരു സ്പെക്ട്രം ആണെങ്കിൽ ഈ എമ്പതി ഉള്ളത് ഒരു സ്പെക്ട്രം ആണ്. അതായത് കുറച്ച് എമ്പതി ഉള്ളവരുണ്ട്, കുറെ എമ്പതി ഉള്ളവരുണ്ട്, വളരെ കൂടുതൽ എമ്പതി ഉള്ളവരുണ്ട്. ഇപ്പൊ EQ എന്ന് പറയുന്ന ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന കാര്യം, ഉം, ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഈ എമ്പതി കൂടുതലുള്ളവർക്കാണ് ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കൂടുതലുള്ളത്. ഉം, അപ്പോൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് IQ ആയിരിക്കും വളരെ കൂടുതൽ, അവർക്ക് EQ ഒരാവശ്യത്തിന് ഒരളവിലേ ഉണ്ടായിരിക്കുള്ളൂ. ഉം, മനസ്സിലായില്ലേ? ഇതിങ്ങനെ വേരി ചെയ്ത് വരും. ഈ IQ ഇതെല്ലാം ഒരു സ്പെക്ട്രത്തിലാണ് ഓരോ മനുഷ്യരിലും വരുന്നത്. അത് ഈ സ്പെക്ട്രത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ലെവൽ, ഒരു ഗുഡ് ലെവൽ, വെരി ഗുഡ് ലെവലിലൊക്കെ എത്തുന്ന ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. ഈ IQ ആണെങ്കിലും EQ ആണെങ്കിലും പ്രാക്ടിക്കൽ വിസ്ഡം ആണ്. ഈ പ്രാക്ടിക്കൽ വിസ്ഡം എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ പറയുന്ന ഈ കുട്ടികളെ ഡയഗ്നോസ് ചെയ്യുന്നത് എന്തായാലും 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും, ഈ ഒരു ടീനേജ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ അവരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പാറ്റേൺസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ. ഉം. അല്ലെ? ഈ സമയത്ത് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും അവരെ അത് സംബന്ധിച്ച്. ഹോർമോണൽ ഇഷ്യൂ. അവർക്ക് എമ്പതി ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈ സമൂഹം, കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടാവുന്ന ഒരു സമയമാണ് ടീനേജ് എന്ന് പറയുന്നത്. ഇതിലറിയാലോ, ആ ഒരു നമ്മൾ ഒരു സീരീസ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എനിക്കൊന്ന് ആ സീരീസ് അല്ല, ഒരു അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സമൂഹം എങ്ങനെയാണ് ഒരു കുട്ടിയെ, ഒരു ടീനേജറിനെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള പാരന്റിങ് കിട്ടിയാൽ പോലും സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ടീനേജ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രായമാണ്. ഈ കുട്ടികളെല്ലാം അങ്ങ് എടുക്കുന്ന ഒരു പ്രായമാണ്. അവര് ലോജിക്കലി ചിന്തിച്ചിട്ടൊന്നുമല്ല, എല്ലാം അങ്ങ് ഉൾക്കൊള്ളുക, എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇതുള്ള ഒരു സമയമാണ്. അപ്പം ഈ കുട്ടിക്ക് ഒരു 20-21 ഒക്കെ ആകുന്ന സമയത്ത്, ആ കണ്ടിന്യൂസ്ലി അഡൽട്ട്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞ സമയത്തും ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ടോക്സിസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പിന്നെയും ആ പാറ്റേൺസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്താണ് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കേണ്ടി വരിക. അല്ലാത്ത പക്ഷം ഈ കുട്ടികൾ എമ്പതി ഇല്ലാത്ത കുട്ടിയല്ല. എന്റെ എമ്പതി ഉള്ളത് വളരെ നല്ലൊരു സൈനും കൂടെയാണ്. ആ കുട്ടി ഇങ്ങനെ പറയാൻ ഒരു കാണിച്ചാൽ അവയർനെസ് റെക്കഗ്നൈസിങ്, അത് ഉണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ചില ആൾക്കാരിൽ, ഇപ്പൊ ഞാൻ കണ്ടത് ചില ആൾക്കാരിൽ, ഞാൻ സംസാരിക്കുന്ന ചില പേരിൽ വളരെ ഐക്യമുള്ള ആൾക്കാരുണ്ട്. വളരെ ഐക്യമുള്ള, വളരെ സ്ട്രോങ് കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക്. എന്നാൽ അവർക്ക് എമ്പതി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കില്ല. ഒരുവിധം ഉണ്ട്, അവർക്ക് എമ്പതി ഉണ്ട്, ഇല്ല എന്നല്ല, ഒരു ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരുപാടധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആൾക്കാരായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് പലപ്പോഴും അവര് വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഫീൽഡുകളിലായിരിക്കും ഇരിക്കുന്നത്.
ഡോക്ടേഴ്സ് ആയിട്ടുള്ളവര്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേരുടെ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് തെറാപ്പിയുടെ പകുതി. എന്റെ തെറാപ്പിസ്റ്റ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. തെറാപ്പിസ്റ്റ് പുള്ളിക്കാരി നമ്മൾ പെട്ടെന്ന് ഇമോഷൻസ് ഒന്നും അങ്ങനെ കാണിക്കുന്ന ആളല്ല, അങ്ങനെ ഇമോഷൻസ് പ്രകടമായി കാണിക്കുന്ന ഒരാളല്ല. അങ്ങനെ നമ്മളിപ്പോ സാധാരണ ഒരാൾക്ക് പറയുമ്പോൾ ഇമോഷൻസ് ഒന്നും കാണിക്കാതിരിക്കുന്ന ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോകും. പക്ഷെ വളരെ അവർക്ക് എമ്പതി ഉണ്ട് ആക്ച്വലി. അവർ പക്ഷെ തിങ്കിങ് ആണ്, അവരുടെ എമ്പതി ഐക്യു ലെവലിലാണ് എമ്പതി. ഒരു സ്ട്രാറ്റജിക് തിങ്കർ ആണ് അവരെന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ അതെ അതെ. ഇപ്പൊ ആക്ച്വലി സൈക്കോളജിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോ പറയുന്ന ഒരു ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ബിഗ് 5 പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി കൂടെ കുറച്ച് അറിയാലോ അറിയാലോ. അപ്പൊ ഞാൻ MBTI എടുക്കാറുണ്ട്. MBTI നോക്കിയിട്ടുണ്ട്. MBTI സൈക്കോളജി സയൻസിൽ അത്ര സജസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നിരുന്നാലും MBTIക്ക് ഒരു പിക്ചർ തരാൻ പറ്റും ഏതാണ്ട് പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഈ വ്യക്തിയുടെ. മേ ബി ചിലർക്ക് IQ ഡോമിനന്റ് ആയിരിക്കും, EQ കുറച്ച് കുറവായിരിക്കും ഈ പറഞ്ഞ പോലെ. പക്ഷെ ഒരു ലെവൽ ഓഫ് IQ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഈ EQ തീരെ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. എമ്പതി തീരെ ഇല്ലാത്ത ആൾക്കാരെ പറ്റി ഞാൻ പറയുന്നത്. അവർക്ക് ഒരു ലെവലേശം അവർക്ക് ഒരു ആക്ഷൻസിൽ അവർ കാണില്ല, ഈ പറച്ചിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? കോഗ്നേറ്റീവ് എമ്പതി ഉള്ള, എസ്പെഷ്യലി നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഈ കോഗ്നേറ്റീവ് എമ്പതി ഉള്ള ആൾക്കാരാണുള്ളത്. പക്ഷെ ഞാൻ കോഗ്നേറ്റീവ് എമ്പതിയിൽ ഹെൽത്തി എമ്പതി ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് കുറച്ച് IQ ലെവലുള്ള ആൾക്കാരായിരിക്കും. അവര് എന്താ പറയുക, വർക്കിന്റെ കാര്യവും അവരുടെ ഇതിന്റെ കാര്യത്തിലും സ്ട്രാറ്റജി അങ്ങനെയുള്ള കാര്യങ്ങളിലും ഭയങ്കര നല്ലതായിട്ട് റിസർച്ച് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എമ്പതി ഉണ്ട്, പക്ഷെ അവരെ പ്രകടിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. കുറച്ചുകൂടെ അവർ സ്ട്രെയിറ്റ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു കോൾഡ് ആയിട്ട് റാഷ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി ഉദ്ദേശിക്കുന്നതല്ല, അവരത് പറയാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഈ തെറാപ്പിസ്റ്റുകളിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കാണാനായിട്ട് പറ്റും തോന്നുന്നു. തെറാപ്പിസ്റ്റുകളിൽ പലപ്പോഴും ഈ അക്കാഡമിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ അങ്ങനെയുള്ളവരെ കാണാനായിട്ട് പറ്റും. പക്ഷെ ഡസന്റ് മീൻ അവർക്ക് എമ്പതി ഇല്ല എന്നല്ല, ഒരു ലെവൽ ഓഫ് എമ്പതി ഉണ്ട് അവരിൽ. അങ്ങനെ നമുക്ക് എമ്പതി ഇല്ലാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ നെഗറ്റീവ് കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ ഈ ആൾക്കാരെ മൊത്തത്തിൽ ഒരു സ്പെക്ട്രം ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഫണ്ടമെന്റലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും എന്നൊരു രീതിയിൽ നമുക്ക് തിരിക്കാം. മനസ്സിലായി? ഫണ്ടമെന്റലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അവര് ജെനുവിൻ തന്നെ ആയിരിക്കും. ആസ് എ പേഴ്സൺ അവർ ജെനുവിൻ തന്നെ ആയിരിക്കും. അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അത് അഡൾട്ട്ഹുഡിലും പിന്നെ അങ്ങോട്ടും അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ തന്നെ ആയിരിക്കും. ഈ ഫണ്ടമെന്റലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൺസിസ്റ്റന്റ്ലി ടോക്സിക് ആയിരിക്കും. കൺസിസ്റ്റന്റ്ലി അഡൾട്ട്ഹുഡിൽ പിന്നെ അങ്ങോട്ടും അവർ കൺസിസ്റ്റന്റ്, ആ ബിഹേവിയറിൽ ഒരു ചേഞ്ചസും അവർ വരത്തില്ല, അതേപോലെ തന്നെ ആയിരിക്കും. അവർ രീതികൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ആണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ നാർസിസം എന്ന് പറയുന്ന ഈ സ്പെക്ട്രത്തിലെ ഒരു ഇതാണ് കേട്ടോ. ഈ നാർസിസം എന്ന് പറയുന്നത് നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ്, നാർസിസം, പിന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ അറിയാലോ ഇതിന്റെ മുകളിലോട്ട് പിന്നെ ആന്റി സോഷ്യൽ, ഈ സോഷ്യോപതി, സൈക്കോപതി, ഇതെല്ലാം വരും. ഈ സാഡിസം ഉള്ള ആൾക്കാർ, ഇതെല്ലാം വരുന്നതാണ് ഈ ഒരു വിഭാഗം നെഗറ്റീവ് ആൾക്കാർ, ഈ ഫണ്ടമെന്റലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. കഴിവതും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരിലും ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ ആൾക്കാർ വിടുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നല്ലതാണെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എഫേർട്ട് കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വീണ്ടും ഒരു എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. വീണ്ടും ഒരു ട്രോമ വന്ന് മനസ്സിലാക്കണം. കുറച്ച് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യാൻ നല്ലതാണ്. ഈ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ആൾക്കാരെ പിന്നെ ജഡ്ജ് ചെയ്യുന്നത്, ഓവർ അനലൈസ് ചെയ്യുന്നത്, ആൾക്കാരെ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരെയും എടുത്തിട്ട്, അത് നോർമലാണ് ആക്ച്വലി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നും അല്ല, ഇതൊരു മോശം കാര്യമല്ല. അത് ആര് നിങ്ങളുടെ അടുത്ത് അതൊന്ന് നോർമൽ അല്ല എന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. ഒന്നാമത് നമ്മൾ ഈ NPD അബ്യൂസ് കഴിഞ്ഞിട്ട് വന്നവരാണ്. അപ്പൊ നമ്മളെല്ലാവരെയും അതുപോലെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ലൈഫിൽ എടുക്കുകയുള്ളൂ നമ്മളെ കാര്യത്തിൽ. അത് നോർമലാണ്. മനസ്സിലായി? അത് ഈ പറഞ്ഞ പോലെ അത് നോർമലാണെന്ന് പറയുകയാണ്. ഈ പറഞ്ഞ പോലെ അതിന്റെ ബുദ്ധിമുട്ടുകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് നോർമലാണ്.